അധ്യായം 1. ദാരിയൂസിന്റെ 2-ാം ഭരണവർഷം 8-ാം മാസം ഇദ്ദോയുടെ പുത്രനായ ബെരേഖിയായുടെ പുത്രൻ സഖറിയ പ്രവാചകന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യധികം കോപിച്ചിരുന്നു. അതുകൊണ്ട് നീ അവരോട് പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെയാകരുത്. ദുർമാർഗങ്ങളും വ്യാജപ്രവൃത്തികളും വിട്ട് തിരിയുക എന്ന് പണ്ട് പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചെങ്കിലും അവർ അനുസരിക്കുകയോ എന്റെ വാക്ക് ശ്രദ്ധിക്കുകയോ ചെയ്തില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ അവർ എവിടെ? പ്രവാചകന്മാർ അവർ എക്കാലവും ജീവിച്ചിരിക്കുമോ? എങ്കിലും എന്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ ഞാൻ നൽകിയ സന്ദേശവും കൽപ്പനകളും നിങ്ങളുടെ പിതാക്കന്മാരെ പിടികൂടിയില്ലയോ? അപ്പോൾ അവർ അനുതപിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് തങ്ങളുടെ പെരുമാറ്റത്തിനും പ്രവൃത്തികൾക്കും അനുസൃതമായി ചെയ്യാൻ ഉറച്ചതുപോലെ തങ്ങളോട് ചെയ്തു എന്നവർ മനസ്സിലാക്കി. ദാരിയൂസിന്റെ 2-ാം ഭരണവർഷം 11-ാം മാസം ഷേബാത്ത് മാസം 24-ാം ദിവസം ഇദ്ദോയുടെ പുത്രനായ ബരേഖിയായുടെ പുത്രൻ സഖറിയ പ്രവാചകന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. സഖറിയ പറഞ്ഞു, ചുവന്ന കുതിരയുടെ പുറത്ത് സവാരി ചെയ്യുന്ന ഒരുവനെ ഞാൻ രാത്രി ദർശനത്തിൽ കണ്ടു. അവൻ ഒരു മലയിടുക്കിൽ കൊഴുന്ത് ചെടികളുടെ ഇടയിൽ നിൽക്കുകയായിരുന്നു. പിന്നിൽ ചുവപ്പും തവിട്ടും വെളുപ്പും നിറമുള്ള കുതിരകളും ഉണ്ടായിരുന്നു. പ്രഭോ, എന്താണിത്? ഞാൻ ചോദിച്ചു. എന്നോട് സംസാരിച്ച ദൈവദൂതൻ പറഞ്ഞു, അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. കൊഴുന്ത് ചെടികൾക്കിടയിൽ നിന്നവൻ മറുപടി പറഞ്ഞു, ഭൂമി നിരീക്ഷിക്കാൻ കർത്താവ് അയച്ചിരിക്കുന്നവരാണ് ഇവർ. കൊഴുന്ത് ചെടികൾക്കിടയിൽ നിന്നിരുന്ന ദൈവദൂതനോട് അവർ പറഞ്ഞു, ഞങ്ങൾ ഭൂമിയിലെങ്ങും നടന്നു നോക്കി, എല്ലാം ശാന്തം. കർത്താവിന്റെ ദൂതൻ പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവേ, എത്ര കാലം അവിടത്തേക്ക് ജെറൂസലേമിനോടും യൂദാ നഗരങ്ങളോടും കരുണ തോന്നാതിരിക്കും? 70 വർഷം അങ്ങ് അവരോട് രോഷം കാട്ടിയല്ലോ. എന്നോട് സംസാരിച്ച ദൂതനോട് കർത്താവ് ഉദാരവും ആശ്വാസദായകവുമായ മറുപടി പറഞ്ഞു. അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു, വിളിച്ചു പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ജെറൂസലേമിനെയും സിയോനെയും പ്രതി ഞാൻ അത്യധികം അസഹിഷ്ണുവായിരിക്കുന്നു. സ്വസ്ഥതയനുഭവിക്കുന്ന ജനതകളുടെ മേൽ എനിക്ക് ഏറെ കോപമുണ്ട്. ഞാൻ എൻ്റെ ജനത്തോട് അല്പം കോപിച്ചപ്പോഴേക്കും അവർ അനർത്ഥം വർദ്ധിപ്പിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അലിവ് തോന്നി ജെറൂസലേമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവിടെ എൻ്റെ ആലയം പണിയും. ജെറൂസലേമിൻ്റെ മേൽ അളവ് ചരട് പിടിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണമാകും. കർത്താവ് വീണ്ടും സിയോനെ ആശ്വസിപ്പിക്കും, ജെറൂസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ കണ്ണുയർത്തി നോക്കി, അതാ 4 കൊമ്പുകൾ. എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ദൂതനോട്, പ്രഭോ, ഇവയുടെ അർത്ഥമെന്തെന്ന് ഞാൻ ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞു, യൂദായെയും ഇസ്രായേലിനെയും ജെറൂസലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളാണ് ഇവ. പിന്നീട് കർത്താവ് 4 ലോഹപ്പണിക്കാരെ എനിക്ക് കാണിച്ചു തന്നു. അവർ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ ചോദിച്ചു. അവിടുന്ന് മറുപടി പറഞ്ഞു, യൂദായെ, ആരും തല ഉയർത്താത്ത വിധം ചിതറിച്ച കൊമ്പുകളാണിവ. ഇവർ വന്നത് അവരെ ഭയപ്പെടുത്താനും യൂദാദേശത്തിനെതിരെ കൊമ്പുയർത്തി അവരെ ചിതറിച്ച ജനതകളുടെ കൊമ്പ് മുറിച്ചു കളയാനും വേണ്ടിയാണ്. അധ്യായം 2. ഞാൻ കണ്ണുയർത്തി നോക്കി, അതാ കയ്യിൽ അളവ് ചരടുമായി ഒരുവൻ. നീ എവിടെ പോകുന്നു? ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ജെറൂസലേമിനെ അളന്ന് അതിൻ്റെ നീളവും വീതിയും എത്രയെന്ന് നോക്കാൻ പോകുന്നു. എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ദൂതൻ മുന്നോട്ട് വന്നു. അവനെ സ്വീകരിക്കാൻ മറ്റൊരു ദൂതനും വന്നു. അവൻ പറഞ്ഞു, ഓടിച്ചെന്ന് ആ യുവാവിനോട് പറയുക, ജെറൂസലേം മനുഷ്യരും മൃഗങ്ങളും പെരുകി കോട്ടയില്ലാതെ ഗ്രാമപ്രദേശങ്ങൾ പോലെ കിടക്കും.
ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. വടക്കേ ദേശം വിട്ടോടുവിൻ. ആകാശത്തിലെ 4 കാറ്റുകൾ പോലെ ഞാൻ നിങ്ങളെ അന്യദേശങ്ങളിൽ ചിതറിച്ചിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. ബാബിലോൺ പുത്രിയോടൊത്ത് വസിക്കുന്ന നിങ്ങൾ സിയോനിലേക്ക് രക്ഷപ്പെടുക. നിങ്ങളെ കവർച്ച ചെയ്ത ജനതകളുടെ അടുത്തേക്ക് അവിടുത്തെ മഹത്വം എന്നെ അയച്ചു. നിങ്ങളെ സ്പർശിക്കുന്നവൻ അവിടുത്തെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത്. സൈന്യങ്ങളുടെ കർത്താവായ അവിടുന്ന് അരുളി ചെയ്യുന്നു. ഞാൻ അവരുടെ മേൽ കൈയോങ്ങും. അവരെ സേവിച്ചവർക്ക് അവർ കൊള്ള മുതലാകും. സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. സിയോൻ പുത്രി, പാടി ഉല്ലസിക്കുക. ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. അന്ന് അനേകം ജനതകൾ കർത്താവിനോട് ചേരും. അവർ എന്റെ ജനമാകും. ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും. സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. അപ്പോൾ കർത്താവ് വിശുദ്ധദേശത്ത് തൻ്റെ ഓഹരിയായി യൂദായെ സ്വന്തമാക്കും. ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും. മർത്യരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ. അവിടുന്ന് തൻ്റെ വിശുദ്ധ വസതിയിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു. അധ്യായം 3. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റമാരോപിക്കാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു. കർത്താവ് സാത്താനോട് പറഞ്ഞു, സാത്താനെ, കർത്താവ് നിന്നെ ശാസിക്കുന്നു. ജെറുസലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലേ ഇവൻ? ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. തന്റെ മുമ്പിൽ നിന്നവരോട് ദൂതൻ പറഞ്ഞു, അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക. ജോഷുവയോട് അവൻ പറഞ്ഞു, നിന്റെ അകൃത്യങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും. അവൻ തുടർന്നു, അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കുക. അവർ അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു. കർത്താവിന്റെ ദൂതൻ അടുത്തു നിൽപ്പുണ്ടായിരുന്നു. ദൈവദൂതൻ ജോഷുവയോട് പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. നീ എന്റെ മാർഗത്തിൽ ചരിക്കുകയും എന്റെ നിർദ്ദേശം പാലിക്കുകയും ചെയ്താൽ എന്റെ ആലയത്തെ നീ ഭരിക്കുകയും എന്റെ അങ്കണങ്ങളുടെ ചുമതല വഹിക്കുകയും ചെയ്യും. ഇവിടെ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നതിനുള്ള അവകാശവും ഞാൻ നിനക്ക് നൽകും. പ്രധാന പുരോഹിതനായ ജോഷുയും അവൻ്റെ മുൻപിലിരിക്കുന്ന നല്ല ഭാവിയുടെ അടയാളങ്ങളായ അവൻ്റെ സ്നേഹിതരും കേൾക്കട്ടെ. എന്റെ ദാസനായ ശാഖയെ ഞാൻ കൊണ്ടുവരും. ജോഷുവയുടെ മുൻപിൽ വച്ചിരിക്കുന്ന കല്ലിൽ 7 മുഖമുള്ള ഒറ്റ കല്ലിൽ ഞാൻ ഈ ലിഖിതം ആലേഖനം ചെയ്യും. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തിന്റെ പാപം തുടച്ചു മാറ്റും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അന്ന് നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ അയൽക്കാരെ മുന്തിരിത്തോപ്പിലേക്കും അത്തിവൃക്ഷത്തണലിലേക്കും ക്ഷണിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അധ്യായം 4. എന്നോട് സംസാരിച്ച ദൂതൻ വീണ്ടും വന്ന് എന്നെ ഉറക്കത്തിൽ നിന്നെന്ന പോലെ ഉണർത്തി ചോദിച്ചു, നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടിന്റെ മുകളിൽ ഒരു കോപ്പയും അതിൽ 7 ദീപങ്ങളും, ഓരോന്നിനു മുകളിൽ 7 ദലങ്ങൾ. കോപ്പയുടെ വലത്തും ഇടത്തും ഓരോ ഒലിവ് വൃക്ഷം. എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു, പ്രഭു, എന്താണിത്? ദൂതൻ പറഞ്ഞു, ഇത് എന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇല്ല പ്രഭു. ഞാൻ പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്യുന്നു. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. മഹാപർവ്വതമേ, നീ എന്താണ്? സെറുബാബേലിന്റെ മുൻപിൽ നീ സമതലമാകും. അവസാനത്തെ കല്ല് വെച്ചു കഴിയുമ്പോൾ ജനം എത്ര മനോഹരം എന്നാർപ്പു വിളിക്കും. കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു, സെറുബാബേലിന്റെ കരം ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവൻ ഇത് പൂർത്തിയാക്കുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് അപ്പോൾ നീ അറിയും. ചെറിയ കാര്യങ്ങളുടെ ദിവസത്തെ നിസ്സാരമാക്കിയവർ ആഹ്ലാദിക്കും.
സെറുബാബേലിന്റെ കയ്യിലെ തൂക്കുകെട്ട് അവർ കാണും. ഈ 7 എണ്ണം ഭൂമി മുഴുവൻ പരിശോധിക്കുന്ന കർത്താവിന്റെ 7 കണ്ണുകളാണ്. ഞാൻ അവനോട് ചോദിച്ചു, വിളക്ക് തണ്ടിന് ഇടത്തും വലത്തുമുള്ള 2 ഒലിവുമരങ്ങൾ എന്താണ്? ഞാൻ വീണ്ടും ചോദിച്ചു, എണ്ണ പകരുന്ന പൊൻകുഴലിന്റെ സമീപമുള്ള ഒലിവ് ശാഖകൾ എന്താണ്? അവൻ പറഞ്ഞു, ഇത് എന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇല്ല പ്രഭു, ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഭൂമി മുഴുവന്റെയും കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന 2 അഭിഷിക്തരാണ് അത്. അധ്യായം 5. വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ഇതാ പറക്കുന്ന ഒരു പുസ്തകച്ചുരുൾ. നീ എന്തു കാണുന്നു? അവൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറക്കുന്ന ഒരു ചുരുൾ. അതിന് 20 മുഴം നീളവും 10 മുഴം വീതിയുമുണ്ട്. അവൻ പറഞ്ഞു, ഇത് ദേശം മുഴുവനുമുള്ള ശാപമാണ്. മോഷ്ടിക്കുന്നവനും കള്ളസത്യം ചെയ്യുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ വിച്ഛേദിക്കപ്പെടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാനതിനെ കള്ളന്റെയും എന്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവന്റെയും വീട്ടിലേക്ക് അയക്കും. അത് അവന്റെ വീട്ടിൽ കടന്ന് അതിന്റെ കല്ലും തടിയും ഉൾപ്പെടെ എല്ലാം നശിപ്പിക്കുന്നതുവരെ അവിടെ വസിക്കും. എന്നോട് സംസാരിച്ച ദൂതൻ മുൻപോട്ട് വന്ന്, ഈ പോകുന്നതെന്തെന്ന് നോക്കുക എന്നെന്നോട് പറഞ്ഞു. എന്താണത്? ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ചലിക്കുന്ന ഏഫ ആണത്. ദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന അവരുടെ അകൃത്യമാണത്. ഏഫായുടെ ഈയം കൊണ്ടുള്ള മൂടി പൊക്കി, അതാ അതിനുള്ളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. അവൻ പറഞ്ഞു, ഇവളാണ് ദുഷ്ടത. അവൻ അവളെ ഏഫായുടെ ഉള്ളിലേക്ക് തള്ളി ഈയം കൊണ്ടുള്ള മൂടി അടച്ചു. ഞാൻ വീണ്ടും നോക്കി, അതാ 2 സ്ത്രീകൾ പറന്നു വരുന്നു. അവർക്ക് കൊക്കിൻ്റേതുപോലുള്ള ചിറകുകൾ ഉണ്ടായിരുന്നു. അവർ ഏഫായെ ആകാശത്തിലേക്ക് ഉയർത്തി. അവർ ഏഫായെ എവിടേക്ക് കൊണ്ടുപോകുന്നു? ഞാൻ ദൂതനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഷീനാർ ദേശത്ത് അതിന് ഒരു ആലയം പണിയാൻ പോകുന്നു. അത് പൂർത്തിയാകുമ്പോൾ ഏഫായെ അവിടെ പീഠത്തിൽ പ്രതിഷ്ഠിക്കും. അധ്യായം 6. ഞാൻ വീണ്ടും കണ്ണുയർത്തി നോക്കി. അതാ 2 പർവ്വതങ്ങൾക്കിടയിൽ നിന്ന് 4 രഥങ്ങൾ വരുന്നു. പർവ്വതങ്ങൾ പിച്ചള കൊണ്ടുള്ളതായിരുന്നു. ഒന്നാമത്തെ രഥത്തിന് ചുവന്ന കുതിരകൾ, രണ്ടാമത്തേതിന് കറുത്തത്, മൂന്നാമത്തേതിന് വെളുത്ത കുതിരകൾ, നാലാമത്തേതിന് പുള്ളിക്കുതിരകൾ. പ്രഭു, എന്താണിത്? എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ഭൂമി മുഴുവന്റെയും നാഥന്റെ മുൻപിൽ നിന്ന് വരുന്ന ഇവർ ആകാശത്തിന്റെ 4 വായുക്കളിലേക്ക് പോകുന്നു. കറുത്ത കുതിരകളെ പൂട്ടിയ രഥം വടക്കുള്ള ദേശത്തേക്കും, വെള്ളക്കുതിരകളെ പൂട്ടിയ രഥം പടിഞ്ഞാറോട്ടും, പുള്ളിക്കുതിരകളെ പൂട്ടിയ രഥം തെക്കോട്ടും പുറപ്പെട്ടു. കുതിരകൾ ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കാനുള്ള അക്ഷമയോടെ പുറത്തു വന്നു. നിങ്ങൾ പോയി ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കുവിൻ എന്നവൻ കൽപ്പിച്ചു. അവ അങ്ങനെ ചെയ്തു. അവൻ എന്നോട് വിളിച്ചു പറഞ്ഞു, വടക്കേ ദേശത്തേക്ക് പോയവ അവിടെ എന്റെ കോപം ശമിപ്പിച്ചു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ബാബിലോണിൽ നിന്ന് വന്ന പ്രവാസികളിൽ ഹെൽദായ്, തോബിയ, ഏദയ എന്നിവരെ കൂട്ടി സെഫാനിയായുടെ പുത്രനായ ജോസിയായുടെ വീട്ടിലേക്ക് നീ ഇന്ന് തന്നെ പോവുക. അവരിൽ നിന്ന് വെള്ളിയും പൊന്നും വാങ്ങി കിരീടമുണ്ടാക്കി യഹോസദാക്കിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷ്വയുടെ ശിരസിൽ വയ്ക്കുക. അവനോട് പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ശാഖ എന്ന നാമം വഹിക്കുന്നവൻ. അവൻ തന്റെ സ്ഥാനത്ത് വളരുകയും കർത്താവിന്റെ ആലയം പണിയുകയും ചെയ്യും. അവനായിരിക്കും കർത്താവിന്റെ ആലയം പണിയുന്നത്. അവൻ രാജകീയ പ്രതാപത്തോടെ സിംഹാസനത്തിൽ വാഴും. അവന്റെ വലത്തുഭാഗത്ത് ഒരു പുരോഹിതനും ഉപവിഷ്ടനാകും. അവർക്കിടയിൽ പൂർണ്ണ സമാധാനം പുലരും. ഹെൽദായ്, തോബിയ, യദായ, സെഫാനിയായുടെ പുത്രൻ ജോസിയ എന്നിവരെ അനുസ്മരിപ്പിക്കാൻ ആ കിരീടം കർത്താവിന്റെ ആലയത്തിൽ സ്ഥിതി ചെയ്യും. വിദൂരത്തു നിന്ന് ആളുകൾ വന്ന് കർത്താവിന്റെ ആലയത്തിന്റെ പണിയിൽ സഹായിക്കും. സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അങ്ങനെ നിങ്ങൾ അറിയും. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന നിങ്ങൾ ശ്രദ്ധാപൂർവം അനുസരിച്ചാൽ ഇത് സംഭവിക്കും.
അധ്യായം 7. ദാരിയൂസ് രാജാവിൻ്റെ 4-ാം ഭരണവർഷം 9-ാം മാസമായ കിസ്ലേവ് 4-ാം ദിവസം സഖറിയായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. കർത്താവിന്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാൻ ബഥേൽ നിവാസികൾ ഷരേസറിനെയും രഗം മെലക്കിനെയും അവരുടെ ആളുകളെയും അയച്ചു. അനേക വർഷങ്ങളായി ഞങ്ങൾ ചെയ്തു പോന്നതുപോലെ 5-ാം മാസത്തിൽ വിലാപവും ഉപവാസവും ആചരിക്കണമോ എന്ന് പ്രവാചകന്മാരോടും സൈന്യങ്ങളുടെ കർത്താവിന്റെ ആലയത്തിലെ പുരോഹിതന്മാരോടും ആരായാൻ അവരെ ഏൽപ്പിച്ചു. അപ്പോൾ സൈന്യങ്ങളുടെ കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ ദേശത്തെ ജനത്തോടും പുരോഹിതന്മാരോടും പറയുക, നിങ്ങൾ കഴിഞ്ഞ 70 വർഷമായി 5-ാം മാസത്തിലും 7-ാം മാസത്തിലും വിലാപവും ഉപവാസവും ആചരിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നുവോ? നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ? ജെറുസലേമും പ്രാന്തനഗരങ്ങളും ജനനിബിഡവും ഐശ്വര്യപൂർണവുമായി കഴിഞ്ഞിരുന്നപ്പോൾ, നെഗബിലും സമതല പ്രദേശങ്ങളിലും ജനങ്ങൾ വസിച്ചിരുന്നപ്പോൾ, പണ്ടത്തെ പ്രവാചകന്മാരിലൂടെ കർത്താവ് ഇതല്ലേ കൽപ്പിച്ചിരുന്നത്? കർത്താവ് സഖറിയായോട് അരുളി ചെയ്തു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സത്യസന്ധമായി വിധിക്കുക. സഹോദരർ പരസ്പരം കരുണയും അലിവും കാണിക്കുക. വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നിങ്ങളിൽ ആരും തന്റെ സഹോദരനെതിരെ തിന്മ നിരൂപിക്കരുത്. എന്നാൽ അവർ കൂട്ടാക്കിയില്ല. കേൾക്കാതിരിക്കാൻ ദുശാഠ്യത്തോടെ ചെവിയടച്ചു കളഞ്ഞു. സൈന്യങ്ങളുടെ കർത്താവ് തന്റെ ആത്മാവിനാൽ മുൻകാല പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത നിയമവും വചനങ്ങളും കേൾക്കാതിരിക്കാൻ അവർ ഹൃദയം കഠിനമാക്കി. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവിന്റെ ക്രോധം അവരുടെ മേൽ പതിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ വിളിച്ചപ്പോൾ അവർ കേട്ടില്ല, അതുപോലെ അവർ വിളിക്കുമ്പോൾ ഞാനും കേൾക്കുകയില്ല. ഞാൻ ചുഴലിക്കാറ്റയച്ച് അവരെ അപരിചിതരായ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു. അവർ വിട്ടുപോയ ദേശം ശൂന്യമായി, ആരും അതിലെ കടന്നുപോയില്ല. മനോഹരമായ ദേശം വിജനമായി. അധ്യായം 8. എനിക്ക് സൈന്യങ്ങളുടെ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സിയോനെ പ്രതി അസഹിഷ്ണുവായിരിക്കുന്നു, അവൾക്ക് വേണ്ടി ക്രോധത്താൽ ജ്വലിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സിയോനിലേക്ക് മടങ്ങിവരും, ജെറുസലേമിന്റെ മധ്യേ വസിക്കും. ജെറുസലേം വിശ്വസ്ത നഗരമെന്നും സൈന്യങ്ങളുടെ കർത്താവിന്റെ പർവ്വതം വിശുദ്ധഗിരി എന്നും വിളിക്കപ്പെടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, വൃദ്ധന്മാരും വൃദ്ധകളും പ്രായാധിക്യം മൂലം കയ്യിൽ വടിയുമായി ജെറുസലേമിന്റെ തെരുവുകളിൽ വീണ്ടും ഇരിക്കും. കളിച്ചുല്ലസിക്കുന്ന ബാലികാ ബാലന്മാരെ കൊണ്ട് നഗരവീഥികൾ നിറയും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇക്കാലത്ത് ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അത് അത്ഭുതമായി തോന്നും. എന്നാൽ എനിക്കും അത്ഭുതമായി തോന്നണമോ? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ എന്റെ ജനത്തെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും രക്ഷിക്കും. ഞാൻ അവരെ കൊണ്ടുവന്ന് ജെറുസലേമിൽ പാർപ്പിക്കും. വിശ്വസ്തതയിലും നീതിയിലും അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സൈന്യങ്ങളുടെ കർത്താവിന്റെ ആലയം നിർമ്മിക്കാൻ അടിസ്ഥാനമിട്ട നാൾ മുതൽ പ്രവാചകന്മാരിലൂടെ കേട്ട വചനം തന്നെ ഇപ്പോൾ ശ്രവിക്കുന്ന നിങ്ങൾ കരുത്താർജിക്കുവിൻ. അക്കാലത്തിന് മുൻപ് മനുഷ്യനും മൃഗത്തിനും കൂലി ലഭിച്ചിരുന്നില്ല. പുറത്തു പോകുന്നവനും അകത്തു വരുന്നവനും ശത്രുവിൽ നിന്ന് സുരക്ഷിതത്വവും ഇല്ലായിരുന്നു. കാരണം ഞാൻ ഓരോരുത്തനെയും സഹോദരന്റെ ശത്രുവാക്കി. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനിപ്പോൾ ഈ ജനത്തിൽ അവശേഷിക്കുന്നവരോട് മുൻകാലങ്ങളിലെ പോലെ വർത്തിക്കുകയില്ല. ഞാൻ സമാധാനം വിതയ്ക്കും, മുന്തിരി ഫലം നൽകും, നിലം വിളവ് നൽകും, ആകാശം മഞ്ഞുപൊഴിക്കും. ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ ഞാൻ ഇടയാക്കും. യൂദാഭവനമേ, ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ ജനതകളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും. ഭയപ്പെടേണ്ട, കരുത്താർജിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും അതിന് ഇളവ് വരുത്താതിരിക്കുകയും ചെയ്തതുപോലെ ഈ നാളിൽ ഞാൻ ജെറൂസലേമിനും യൂദാഭവനത്തിനും നന്മ വരുത്താൻ ഉറച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പരസ്പരം
സത്യം പറയുക. നഗര കവാടങ്ങളിൽ സത്യസന്ധമായി ന്യായം വിധിക്കുക. അങ്ങനെ സമാധാനം പാലിക്കുക. പരസ്പരം തിന്മ നിരൂപിക്കരുത്. കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നരുത്. ഞാൻ ഇവ വെറുക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് സൈന്യങ്ങളുടെ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, 4, 5, 7, 10 മാസങ്ങളിലെ ഉപവാസം യൂദാഭവനത്തിന് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും അവസരവും ആനന്ദോത്സവവും ആയിരിക്കണം. അതുകൊണ്ട് സത്യത്തെയും സമാധാനത്തെയും സ്നേഹിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ജനതകൾ, അനേകം നഗരങ്ങളിലെ നിവാസികൾ ഇനിയും വരും. ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിൽ ചെന്ന് പറയും, നമുക്ക് വേഗം ചെന്ന് കർത്താവിന്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാം. നമുക്ക് സൈന്യങ്ങളുടെ കർത്താവിന്റെ സാന്നിധ്യം തേടാം. ഞാൻ പോവുകയാണ്. അനേകം ജനതകളും ശക്തമായ രാജ്യങ്ങളും സൈന്യങ്ങളുടെ കർത്താവിനെ തേടി ജെറുസലമിലേക്ക് വന്ന് അവിടുത്തെ പ്രീതിക്കായി പ്രാർത്ഥിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനതകളിൽ നിന്ന് 10 പേർ ഒരു യഹൂദന്റെ അങ്കിയിൽ പിടിച്ചുകൊണ്ട് പറയും, ഞങ്ങൾ നിന്റെ കൂടെ വരട്ടെ. ദൈവം നിന്നോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു.